ഗൈസ്, നമ്മൾ ഇതേപോലുള്ള ടൂൾസിലൊക്കെ തുരുമ്പ് വരുന്ന സാധാരണമാണ്. എന്നാൽ ഇതിലുള്ള തുരുമ്പ് കളയലെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല, എന്നാൽ എളുപ്പമുള്ള പണിയാണ്. എങ്ങനെയാണെന്നല്ലേ നമുക്ക് ആദ്യം തന്നെ ആവശ്യമുള്ളത് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് എടുക്കുമ്പോൾ പ്ലാസ്റ്റിക് തന്നെ എടുക്കണം, മെറ്റൽ എടുക്കാൻ പാടില്ല. നമ്മുടെ തുരുമ്പ് പിടിച്ച നമ്മുടെ ഒരു ടൂളും അതുപോലെ തന്നെ നമുക്ക് തുരുമ്പ് പിടിപ്പിക്കാനായിട്ട് ഒരു ഇരുമ്പ് ആണി എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു തുരുമ്പ് പിടിച്ച ടൂളിൽ നിന്ന് ഈ ആണിലോട്ട് തുരുമ്പെല്ലാം നമുക്ക് മാറ്റണം. നമ്മുടെ തുരുമ്പ് കളയേണ്ട ആ ഒരു ടൂളിൻ്റെ ഒരറ്റത്തൊട്ട് നമ്മുടെ വയറിൻ്റെ ഒരറ്റം നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ തുരുമ്പ് പിടിപ്പിക്കേണ്ട ഒരു ആണിയുടെ ഒരറ്റത്തൊട്ട് നമുക്കൊരു വയറ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. പ്രധാനപ്പെട്ട 2 വ്യക്തികളെ അതിൽ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 500 ml വെള്ളം ഒന്ന് വെച്ച് കൊടുക്കാം. അത് 1 ടേബിൾ സ്പൂൺ വാഷിംഗ് സോഡയാണ്, അതായത് സോഡിയം കാർബണേറ്റ്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 12 വോൾട്ടിൻ്റെ DC അഡാപ്റ്ററാണ്. 2 മെറ്റലും നമുക്ക് ഈ വെള്ളത്തിലോട്ടൊന്ന് ഇറക്കി വയ്ക്കാം. തുരുമ്പ് കളയേണ്ട ഒരു മെറ്റലിലോട്ട് നമുക്ക് നെഗറ്റീവ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. തുരുമ്പ് പിടിപ്പിക്കേണ്ട ആണിയിലോട്ട് നമുക്ക് പോസിറ്റീവ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. മെറ്റൽസും കൂട്ടിമുട്ടരുത്. പവർ സപ്ലൈ ഓണാക്കി വെക്കാം. നമ്മുടെ റിയാക്ഷൻ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ ഒരു തുറന്ന പ്ലേസ് വെച്ചാണ് ചെയ്യാൻ. പവർ സപ്ലൈ ഒന്ന് ഡിസ്കണക്ട് ചെയ്യാം. മെറ്റൽ എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ